ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. ആശയപരമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രബോധനം നടത്താതെ സമൂഹത്തിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് സാധ്യമല്ല. രാഷ്ട്രീയ വശവും സംഘടനാ വശവും ഒരുമിച്ച് കൊണ്ടുപോകണം. തിയറി വിത്തൗട്ട് പ്രാക്ടീസ് ഈസ് സ്റ്റെറൈൽ എന്ന് പറഞ്ഞത് ജോസഫ് സ്റ്റാലിനാണ്. പ്രായോഗികവൽക്കരണമല്ലാത്ത സിദ്ധാന്തം കൊണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നാ സ്റ്റാലിൻ പറഞ്ഞത്. രണ്ടും ഒപ്പം കൊണ്ടുപോകണം. കെ ദാമോദരൻ പണ്ട് പറയും, സർക്കുലറിലൂടെയല്ല വിപ്ലവം വരിക, ആശയത്തിലൂടെയാണ്. അതിന് ആശയപ്രചരണം നടത്തുക സഖാക്കൾ എന്നാ പറയാ. ഇന്ന് അതൊക്കെ നമ്മൾ മറന്നുപോയി. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഖാക്കൾ ഇതൊക്കെ ആത്മപരിശോധന നടത്താണ്. ഈ തിലകൻ തുടങ്ങി വെച്ചതാണ് ഈ ആശയ പ്രബോധനം, അവരുടേതായിട്ടുള്ള ചിന്തകൾ. അങ്ങനെയുള്ള ചിന്തകൾ വ്യാപരിച്ചപ്പോൾ പിന്നെ ഈ ചിത്പാവൻ ബ്രാഹ്മണന്മാർ ഈ കൊങ്കൺ പ്രദേശത്ത് നിന്ന് കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാരെന്നവരെ വിളിക്കുക. സാധാരണ ബ്രാഹ്മണന്മാരെ ദേശസ്ഥ ബ്രാഹ്മണന്മാരെന്ന് വിളിക്കുക. അതായത് ദേശത്തിലുള്ളവർ. ആ കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാർ അവിടെ നിന്ന് കുടിയേറി പൂനെയിലേക്ക് എത്തി. പൂനെയിലേക്ക് എത്തിയപ്പോൾ അന്ന് പൂന ഭരിച്ചിരുന്ന ഛത്രപതി ശിവജി, മറാഠ സാമ്രാജ്യത്തിന്റെ അധിപതി. ആ ഛത്രപതി ശിവജി നമ്മുടെ ഇവരെ പറയുന്നത് പോലെ ഈ ഏകശിലാരൂപത്തിൽ ഭരിച്ച ആളൊന്നുമല്ല, കൊണ്ട് നടന്നിരുന്നൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഇവരെയും ഉൾപ്പെടുത്തി മറ്റു മതസ്ഥരെയും ഉൾപ്പെടുത്തി അങ്ങനെയുള്ള മന്ത്രിസഭയൊക്കെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. ആ ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാർ അവിടെ അടുത്തുനിന്ന് രാഷ്ട്രീയാധിപത്യത്തിലേക്ക് വരുന്നത്. ആ രാഷ്ട്രീയാധിപത്യത്തിലേക്ക് വരുന്ന ചിത്പാവൻ ബ്രാഹ്മണന്മാരിലെ ഒരാളായിരുന്നു ആദ്യം മന്ത്രി. പേഷ്വമാർ മുഴുവൻ ചിത്പാവൻ ബ്രാഹ്മണന്മാരായി. ബാൽരാജ് ഖട്ട് എന്നൊക്കെ പറയുന്ന വലിയ ചിത്പാവൻ ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. അവരന്ന് മുതൽ തീരുമാനിച്ചു, ആശയവും വേണം, ഭരണവും വേണം, സമ്പത്തും വേണം, രാഷ്ട്രത്തിന്റെ അധികാരവും വേണം, രാഷ്ട്രത്തിന്റെ സമ്പത്തും വേണം, രാഷ്ട്രത്തിന്റെ എല്ലാവിധത്തിലുള്ള ആധിപത്യവും ഞങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാതുർവർണ്ണ സംസ്കൃതിയെ മുഴുവൻ അവർ ഈ രാജ്യത്തെ മുഴുവൻ വ്യാപരിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തവർ, ഞങ്ങളാണ് അത്യുന്നതൻ എന്നുള്ള ഇത് അവർ മറ്റുള്ള ബ്രാഹ്മണനോട് പറഞ്ഞു പഠിപ്പിച്ചു. വൈശ്യ ക്ഷത്രിയ ശൂദ്രന്മാരോടും പറഞ്ഞു. മറ്റുള്ള മതവിഭാഗങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പൊ മറ്റുള്ള മതവിഭാഗങ്ങളോട് ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട് എത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് RSS കൈക്കൊള്ളുന്നതെന്ന്. പക്ഷെ ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗത്തിനെ ഒരുപാട് ദൂരെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഈ ബ്രാഹ്മണാധിപത്യം തന്നെ നിലനിന്നത്. ആ ബ്രാഹ്മണരെ പോലും ദൂരെ മാറ്റി നിർത്തിയവരാണ് ചിത്പാവൻ ബ്രാഹ്മണന്മാർ. RSSന്റെ ഇപ്പോഴത്തെ തലവൻ മോഹൻ ഭാഗവത്, RSSന്റെ എല്ലാ തലവന്മാരെയും എടുത്തു നോക്കൂ. 925 ഹെഗ്ഡേവാർ, വാലെ സാഹേബ് ദേവറസ്, ഗോൾവാൾക്കർ ദേവറസ്, അങ്ങനെ 9 തലവന്മാരുണ്ടായിട്ടുണ്ട്. ഇതില് ഈ ബാലെ സാഹേബ് ദേവറസ് എന്ന് പറയുന്ന തലവൻ ഒഴികെ ബാക്കി എല്ലാവരും ചിത്പാവൻ ബ്രാഹ്മണന്മാരാണ്. അതുകൊണ്ടാണ് ഞങ്ങളാണ് അത്യുന്നതൻ, ഞങ്ങളാണ് ഏറ്റവും വലിയ ആധിപത്യത്തിലിരിക്കേണ്ടവർ, ഞങ്ങൾ ചക്രവർത്തിമാരെക്കാൾ ഉയർന്നവരാണ് എന്നാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ള ദർശനങ്ങൾ മുഴുവൻ. ആ ചിത്പാവന്റെ കാരണം ഈ ചിത്പാവനെ സൃഷ്ടിച്ചതാരാ? പരശുരാമൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ. കോൺസെപ്റ്റ്, ആ ചിന്ത ഇപ്പോഴും പുലർത്തുന്നുണ്ട് RSSന്റെ മേൽത്തട്ടിലുള്ള എല്ലാവരും. അതാണ് ഈ ചാതുർവർണ്ണത്തിനെ വിടാതെ പിടികൂടിയിരിക്കുന്നത്. ചാതുർവർണ്ണം ഇന്ത്യയിൽ നിന്ന് പോയാൽ മാത്രമേ ഹിന്ദുമതം രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ബാബ അംബേദ്കർ. ഞാൻ 1000 പ്രാവശ്യം മനുസ്മൃതി കത്തിച്ചാലും ഹിന്ദുമതം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. കാരണം അത്രമാത്രം ജാതിയുടെ ഭീകരത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്നത് കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. അത് ഇടതുപക്ഷ പ്രവർത്തകന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ത്യ രാജ്യത്ത് ഈ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇടയാകുന്നത് ഉപരിപ്ലവമായ ചിന്താഗതികൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, യുക്തിരഹിത ചിന്തകൾ, അശാസ്ത്രീയമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഈ രാഷ്ട്രത്തിൽ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നതും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നത് കൊണ്ടുമാണ് ഇവരുടെ ആധിപത്യം നിലനിൽക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് പുരാണങ്ങളും മറ്റുള്ള കഥകളുമെല്ലാം. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്.
രാമായണത്തിനെ അവർ ഉപയോഗിക്കുന്നു. അവർ ഈ 10 കൊല്ലം അധികാരത്തിലിരുന്നതും വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്നതും രാമായണത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. സമഗ്രമായി അഗാധതയിൽ ചെന്ന് പരിശോധിച്ചു നോക്കൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇന്ത്യൻ ജനതയുടെ മതവിശ്വാസത്തിനെ എങ്ങനെ മുതലെടുക്കണമെന്ന് കൃത്യമായിട്ട് ഫാസിസ്റ്റുകൾക്കറിയാം. ഹിറ്റ്ലറും മുസോളിനിയും ചെയ്തത് അതുതന്നെയാണ്. അപരനെ സൃഷ്ടിക്കുന്ന സമൂഹത്തിനെ ഉണ്ടാക്കുക. അപര സമൂഹത്തിന്റെ നിർമ്മിതിയിലൂടെ മാത്രമേ ഫാസിസം നിലനിൽക്കുള്ളൂ എന്ന് ഹിറ്റ്ലർക്ക് കൃത്യമായിട്ട് അറിയാം. ഗീബൽസിനോട് അതാണ് ഹിറ്റ്ലർ പറഞ്ഞത്. ഇവിടെ പഴയ സ്മാരകങ്ങൾ ബെർലിൻ പട്ടണത്തിലും മ്യൂണിച്ച് പട്ടണത്തിലും എല്ലാം ഉണ്ട്, അതൊക്കെ തകർത്ത് കളയുക. എന്റെ പേരിലുള്ള സ്മാരകങ്ങൾ മാത്രം മതി. കഷ്ടി 300-ന്റെ അടുത്തുള്ള സ്മാരകങ്ങളെ ഗീബൽസ് തകർത്തുവിട്ടു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്, 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ്. അതേ പാതയാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി തുടരുന്നത്. പുതിയ അമ്പലം, പുതിയ പാർലമെന്റ് ഒക്കെ എന്റെ സ്മരണകൾ മതി വരും തലമുറ ഓർക്കാൻ. ഇതൊക്കെ ഒരു തുടർച്ചയാണ്. ഈ പ്രവർത്തികൾക്കെതിരെയാണ് ഇടതുപക്ഷം ബോധപൂർവമായ പ്രചരണം നടത്തേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ വിഭാഗമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രവർത്തകർ. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ ആയുധം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് സിദ്ധാന്തമാണ്. മാനവ വിമോചനത്തിന്റെ ദർശനമാണ് മാർക്സിസ്റ്റ്. മനുഷ്യനെ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന ലോകത്തിന് ഇത്രമാത്രം അഗാധതയിൽ പറഞ്ഞൊരു സിദ്ധാന്തം ലോകത്തിലില്ല. പിടിച്ചുപറിക്കാരെ പിടിച്ചുപറിക്കാനാണ് മാർക്സ് പറഞ്ഞത്. എക്സ്പ്രോപ്രിയേറ്റ് ദ എക്സ്പ്രോപ്രിയേറ്റേഴ്സ്. പിടിച്ചുപറിക്കാരെ പിടിച്ചുപറിക്കുക. അങ്ങനെ എത്രയെത്ര വചനങ്ങൾ. മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രമാണെന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. ലോകത്തിൽ ഒരു ആചാര്യനും അത് പറയാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനും മാറണം, സഖാവും മാറണം. മാറിക്കൊണ്ടിരിക്കുന്നൊരു മനസ്സ് വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാനല്ല പറഞ്ഞത്. ചിന്തയിൽ, പ്രവർത്തന രീതിയിൽ, വാക്കുകളിൽ, അങ്ങനെ എല്ലാറ്റിലും സമൂലമായി കാലഘട്ടത്തിനനുസരിച്ച് മാറുക. പുതിയ ലോകത്തിനെ കണ്ടെത്തുക. പുതിയ ജനവിഭാഗങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മാത്രമേ ഫാസിസത്തിനെ തകർക്കാൻ പറ്റുള്ളൂ എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൗത്യം അതാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുക. ഇന്ന് എന്തുകൊണ്ട് ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിന്റെ മൗലികവാദികളുടെ കീഴിൽ ജനങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹിന്ദുത്വ ശക്തികൾ പുരാണങ്ങളെ ഉപയോഗിക്കുന്നു, സാങ്കല്പിക കഥകളെ ഉപയോഗിക്കുന്നു. മറ്റു മതങ്ങളിലെ ശക്തികളും വിശുദ്ധ ഖുർആനെയും ബൈബിളിനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വിഷലിപ്തമായ സിദ്ധാന്തങ്ങൾ പരത്തുന്നു. ഇസ്ലാമിന്റെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ഒരാൾ പറയാം. അപ്പൊ വേറൊരാൾ പറയും ഹിന്ദുത്വമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം, ഹിന്ദു രാഷ്ട്രവാദം, ബാക്കിയൊന്നും ഇവിടെ വേണ്ട. ഇങ്ങനെ പറയുമ്പോൾ സംഘർഷഭരിതമായ ഭൂമിയാക്കി മാറ്റി. 47-ലെ വിഭജനം നമ്മൾ കണ്ടതാണ്, നമ്മുടെ പൂർവികർ കണ്ടതാണ്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും. ആ വിഭജനത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മനുഷ്യന്മാർ ലോഡിൽ ചത്തുവീഴുന്ന കാഴ്ച കണ്ടിട്ടാണ് മഹാത്മാഗാന്ധി നവക്കാലിയുടെ തെരുവീതികളിലൂടെ നടന്നത്. ആ വൃദ്ധനായ മനുഷ്യൻ ഈ കബന്ധങ്ങൾ കുന്നുകൂടി കിടക്കുന്ന തെരുവീതികളിൽ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലൂടെ നടക്കുമ്പോൾ കേവലം 3-4 പേരെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഒരു റാന്തൽ വിളക്കം പിടിച്ചിട്ടാണ് അദ്ദേഹം നടന്നത്. കഴുകന്മാരും ചെന്നായ്ക്കളും ഒക്കെ ഈ മാംസപിണ്ഡങ്ങൾ കൊത്തിപ്പുറക്കാനും മുഴുകി ചോര നക്കി തുടയ്ക്കാനൊക്കെ പോകുമ്പോൾ ഗാന്ധിജി നടന്നു പോവുക. അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഗാന്ധി ഇരുന്നിട്ടില്ല. അവിടുത്തെ ദേശീയ പതാക ഉയർത്തുകയാണ് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രി. 47 ഓഗസ്റ്റ് 14 രാത്രി അർദ്ധരാത്രി 12 മണിക്ക് ഇവിടെ രാഷ്ട്രപിതാവ് തെരുവീതികളിലൂടെ നടക്കുക. അന്ന് തുടങ്ങി ഈ ഹിന്ദുത്വവാദത്തിന്റെ ഭീകരത.